നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും പുത്തൻ ദൃശ്യാനുഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 റൗണ്ടുകളാണ്: സംവാദം, കഥാപാത്ര ഭാവ അവതരണം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ ആദ്യം വജ്രവ്യൂഹം. ഇനി വജ്രവ്യൂഹത്തിലെ നമ്മുടെ പങ്കെടുക്കാനുള്ള സ്കൂളുകൾ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം ചാവക്കാട്. അങ്ങനെ നമ്മുടെ 2 ടീമുകളും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ 2 പേരെ എനിക്ക് പരിചയമുണ്ട്. എന്നാലും നമുക്ക് പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടാം. ഓക്കെ. സൂരജ്. എത്രാം ക്ലാസ്സിലാ? +2. ശ്രീനന്ദ് 10th. ഇവിടെ 2 പുതുമുഖങ്ങളാണ് നമ്മളുടെ ഈ ഒരു വേദിയിൽ കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങാം. പേര്? അഞ്ചിമാലക്ഷ്മി. അഞ്ചിമാലക്ഷ്മി. എത്രാം ക്ലാസ്സിലാ? 9. ധനലക്ഷ്മി 10. അഞ്ചിമാലക്ഷ്മിയും ധനലക്ഷ്മിയും. ഓക്കെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്? 9. 10. ഓക്കെ. എന്താണ് സബ്ജക്ട് എന്നറിയോ? അറിയാം. എന്താണ് സബ്ജക്ട് അറിയോന്ന് വെച്ചപ്പോ ഇല്ലെന്ന് പറയുന്നു. എന്താ സബ്ജക്ട് കേക്കട്ടെ? ഇതിഹാസത്തിലെ പുരുഷാധിപത്യ സമൂഹ സൃഷ്ടിയാണ്. ഓക്കെ. അപ്പൊ വിഷയം എന്താണെന്ന് 2 കൂട്ടർക്കും അറിയാം. ഇനി ആരാണ് അനുകൂലിച്ച് ആരാണ് പ്രതികൂലിച്ച് പറയേണ്ടതെന്നാണ് അറിയാത്തത്, അല്ലെ? അത് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ സ്വാമിജിയാണ്. നിങ്ങളുടെ 2 സ്കൂളിന്റെയും പേരെഴുതിയ ചിറ്റുകൾ നമ്മുടെ സ്വാമിജിയുടെ മുമ്പിലിരിക്കുന്ന ബൗളിൽ ഇട്ടിട്ടുണ്ട്. സ്വാമിജി ഏത് ചിറ്റ് സെലക്ട് ചെയ്യുന്നോ ആ ചിറ്റിൽ വരുന്ന പേരേതാണോ ആ സ്കൂളുകാരാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. ഓഫ് കോഴ്സ് മറ്റേ ടീം പ്രതികൂലിച്ച് സംസാരിക്കണം. ക്ലിയർ അല്ലേ? അതുപോലെ മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മി ടീച്ചർ 20 മാർക്കിലും ബാക്കി 2 പേരും 10 മാർക്കിലും ആയിരിക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് സ്വാമിജിയുടെ അടുത്ത് ചോദിക്കാം ആരാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടതെന്ന്. സ്വാമിജി. അമൃത വിദ്യാലയം ചാവക്കാട് അനുകൂലിച്ചു. അപ്പോ എല്ലാം ക്ലിയർ ആണ്. കിട്ടിയതിൽ ഹാപ്പി ആണല്ലോ? ഇങ്ങനെ എല്ലാം സെറ്റാണ്. പ്രതികൂലിച്ചാണെങ്കിലും അനുകൂലിച്ചാണെങ്കിലും നിങ്ങളൊക്കെ സെറ്റായിരുന്നു അല്ലേ? അല്ലേ? അതെ. അപ്പൊ ഇനി ഞാനല്ല നിങ്ങളുടെ ഈ ഒരു സംവാദത്തിൽ ഇടപെടാനും നിങ്ങളെ മോഡറേറ്റ് ചെയ്യാനും നിൽക്കുന്നത്. അതിന് നമ്മൾ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലക്ഷ്മി ടീച്ചറെ സ്വാഗതം ചെയ്യാണ്. ലക്ഷ്മി ടീച്ചർ. അപ്പോ നമ്മുടെ കുട്ടികളെയൊക്കെ ടീച്ചറെ ഞാൻ ഐശ്വര്യമായിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. എങ്ങനെയാ, തയ്യാറല്ലേ? ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്നത് നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളത് പോലെ ഇതിഹാസത്തിലെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പൊതുസമൂഹത്തിന് ധാരാളം ആശങ്കകളുള്ള, അഥവാ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്നും ഒരു ഇഷ്യൂ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ സംവാദത്തിന് എടുത്തിട്ടുള്ളത്. നമ്മളോട് ഒരുപക്ഷെ പൊതുജനങ്ങൾ ചോദിച്ചേക്കാം, നമ്മളോട് ഒരുപക്ഷെ മറ്റു തരത്തിൽ ധാരാളം വായിക്കുന്നവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, ഇതിഹാസങ്ങളെ കൃത്യമായി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ചോദിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് നമ്മളിവിടെ പൊതുവെ സംവാദത്തിന് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ വളരെ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരു കുടുംബസങ്കല്പത്തിന്റെ അടിസ്ഥാനം. ഭാരതത്തിന്റെ ഒരു വലിയ ഒരു വ്യക്തിബന്ധങ്ങളെ ദൃഢീകരിക്കുന്ന ഒരു ഭാവമായിരുന്നു കുടുംബം എന്നത്. കുടുംബത്തിൽ നാം എപ്പോഴും കേട്ടിട്ടുണ്ട് പതിവ്രത, അല്ലേ? നമ്മളെപ്പോഴും പറയും പാതിവൃത്യമാണ് സ്ത്രീയുടെ ശക്തി, പതിവ്രതയായിരിക്കണം. പക്ഷേ ആധുനിക കാലത്ത് പോലും എന്താണ് പാതിവൃത്യം എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. അത് സ്ത്രീ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ച വിലങ്ങുതടിയല്ലേ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമല്ലേ? ഭർത്താവിനോട് മാത്രം നമ്മളൊരു ബന്ധം പുലർത്തുക, ഭർത്താവിനോട് മാത്രം കടപ്പെട്ടിരിക്കുക എന്ന വളരെ പരിമിതമായ അർത്ഥമല്ലേ പാതിവൃത്യത്തിനുള്ളത്? ഇത് സ്ത്രീയുടെ വിശാലമായ സാധ്യതകൾക്ക് തടസ്സം നിൽക്കുന്നതല്ലേ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഇതിഹാസത്തിലെ പാതിവൃത്യം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് സമൂഹത്തോട് സംസാരിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ സംവാദം.
നമ്മുടെ ചർച്ച ഇങ്ങനെയാണ്: പാതിവൃത്യവും സ്ത്രീ സ്വാതന്ത്ര്യവും ചില വിചാര സാധ്യതകൾ. ഈ രണ്ട് സംഘത്തിനും വിചാര സാധ്യതകളെ പുറത്തെടുക്കാം. പക്ഷേ ഇതിഹാസത്തിലെ പാതിവൃത്യ സങ്കല്പം പുരുഷാധിപത്യ സമൂഹത്തിന്റെ സൃഷ്ടിയോ എന്നാണ് ചോദ്യം. ഇതിൽ അനുകൂലിച്ചാരാണ് സംസാരിക്കുന്നത്? അപ്പൊ നിങ്ങൾ സംസാരിക്കേണ്ടത് ഇതിഹാസത്തിലെ സ്ത്രീ സങ്കല്പം പുരുഷാധിപത്യ സമൂഹത്തിന്റെ സൃഷ്ടിയാണ്, അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ അതിന് കൃത്യമായ എതിർവാദങ്ങളിലൂടെ ഇതിഹാസത്തിന്റെ സ്ത്രീ സങ്കല്പം ഇതിഹാസത്തിന്റെ ഉൾക്കരുത്താണ് എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നമ്മളുടെ ചർച്ച ആരംഭിക്കുന്നു. ഇതിഹാസത്തിലെ പാതിവൃത്യ സങ്കല്പത്തിന്റെ വിചാര സാധ്യതകൾ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഇതിഹാസത്തിലെ പാതിവൃത്യ സങ്കല്പം പുരുഷ മേധാവിത്വത്തിന്റെ തന്നെ സങ്കല്പമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പുരാണങ്ങൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഏത് വികാരവും പ്രകടിപ്പിക്കാം, പുരുഷന്മാർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. സ്ത്രീകൾക്ക് വികാരങ്ങളും അവകാശങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ സീതയെ കാട്ടിലയക്കുന്നു, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു, ജമദഗ്നി മഹർഷി തൻ്റെ ഭാര്യയുടെ ശിരസ് അറുക്കാൻ തന്നെ മുതിരുന്നു. ഇതൊക്കെ തന്നെ പുരുഷന്മാരുടെ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ തന്നെ ഒരു സങ്കല്പമല്ലേ? ഇതിഹാസത്തിൽ ഇപ്രകാരം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ വികാരങ്ങൾക്ക്, സ്ത്രീകളുടെ ആവിഷ്കാരത്തിന് സാധ്യത ഇല്ലാതിരുന്നിട്ടുണ്ടോ? വേഗം നിങ്ങളുടെ ആശയങ്ങൾ പറയൂ. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ഒരിക്കലും രാമന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം അല്ല ഇവിടെ. അത് സ്വന്തം നാട്ടുകാർക്ക്, സ്വന്തം പ്രജകൾക്ക് ഒരു പാഠമായി തന്നെയാണ് ശ്രീരാമൻ അത് ചെയ്തത്. ഇപ്പോൾ ശ്രീരാമൻ സീതയെ സ്വീകരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ കൂടെ വസിച്ച സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാനുള്ള പ്രവണത എല്ലാ നാട്ടുകാരിലും വളരും എന്ന് കണ്ടറിഞ്ഞ് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ തന്റെ കർത്തവ്യമാണ് അവിടെ പൂർത്തീകരിച്ചത്. അല്ലാതെ അത് രാമന്റെ സ്വാർത്ഥ താല്പര്യമല്ല. അവിടെ ഒരിക്കലും ഒരു പുരുഷാധിപത്യത്തിന്റെ പ്രവണത എടുത്തു കാണിക്കാൻ കഴിയില്ല. ഇതിഹാസം പുരുഷന്മാരുടെ, വീരന്മാരുടെ, നായകന്മാരുടെ മാത്രം കഥയാണോ? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ജമദഗ്നി മഹർഷിയുടെയും രാവണന്റെയും ഉദാഹരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാവണൻ ഒറ്റ നിമിഷത്തിൽ തോന്നിയ ഒരു കാമം അല്ലെങ്കിൽ പ്രണയമാണ്, അത് കാരണമാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. ജമദഗ്നി മഹർഷി തന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ ഒന്ന് നോക്കിയത് കൊണ്ടാണ്, ആ ഒറ്റ നിമിഷം കൊണ്ടുണ്ടായ ദേഷ്യം കൊണ്ടാണ് തന്റെ ഭാര്യയുടെ ശിരസ് അറുത്തത്. അപ്പോൾ അതവിടെ ഒരു പുരുഷ മേധാവിത്വം തന്നെയല്ലേ? പറയൂ, ഇതിഹാസത്തിലെ സ്ത്രീയുടെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് അതിനെ സാധൂകരിച്ചുകൊണ്ട് സംസാരിക്കാം. ഇതിഹാസത്തിലെ സ്ത്രീകളൊന്നും ശക്തരായ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. എല്ലാവർക്കും അവരുടേതായ സങ്കല്പങ്ങളെല്ലാം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ എല്ലാ സ്ഥലത്തും തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അവിടെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത കാണാനായിട്ട് കഴിയില്ല. എല്ലാ സ്ത്രീകളും ശക്തരായ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണ സഹിതം വ്യക്തമാക്കൂ. ഉദാഹരണം, എല്ലാ സ്ത്രീകളും തന്നെ അങ്ങനെ തന്നെയായിരുന്നു. സീത തന്നെ വനവാസത്തിനായി പോയപ്പോൾ പല സന്ദർഭങ്ങളിലും രാമന് മുന്നിൽ നടന്ന് വഴി കാട്ടുകയും തന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വനവാസത്തിനായി പോകാൻ പറഞ്ഞപ്പോൾ രാമനോട് മാത്രമാണ് വനവാസത്തിനായി പോകാൻ പറഞ്ഞത്. പക്ഷേ ഭർത്താവിനും ഭാര്യയ്ക്കും ആജ്ഞ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ സീതയാണ് സ്വന്തമായി തീരുമാനമെടുത്ത് വനവാസത്തിനായി കൂടെ പോകുന്നത്. സ്ത്രീകൾ കരുത്തു തെളിയിച്ച അനുഭവങ്ങൾ ഇതിഹാസത്തിലില്ലേ? അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം നമുക്ക്. പാഞ്ചാലി തന്നെ വസ്ത്രാക്ഷേപത്തിന്റെ സമയത്ത് കർണന്റെ അടുത്ത് കുറെ പ്രാവശ്യം തന്നെ വാക്കുകൊണ്ട് തന്നെ അവിടെ പറയുന്നുണ്ട്, എനിക്കിത് സാധിക്കില്ല, എത്ര സമയങ്ങൾ. അപ്പോൾ അവിടെ നൽകുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം തന്നെയല്ലേ? അവർക്ക് അങ്ങനെ ഒരു വാക്കുകൾ പുറപ്പെടുവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ നൽകുന്നു. നിങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഇതെല്ലാം വിരളമായ സംഭവങ്ങളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പുരാണങ്ങളിൽ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാരും, സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും പതിവ്രതരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പുരുഷ മേധാവിത്വം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പാഞ്ചാലി ഒരു ഉദാഹരണമായിരിക്കാം, പക്ഷെ മറ്റു രാജാക്കന്മാരെ എടുത്തു നോക്കൂ, ഋഷീശ്വരന്മാരെ എടുത്തു നോക്കൂ, ദൈവങ്ങളെ എടുത്തു നോക്കൂ, അവരെല്ലാവരും ഒന്നിലധികം ഭാര്യമാരുള്ളവരാണ്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്? ദൈവങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞില്ലേ, പാർവതി ദേവിയെ നോക്കൂ. പാർവതി ദേവി എല്ലാവിധ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. പാർവതി ദേവി വലിയൊരു ഉദാഹരണം തന്നെയല്ലേ? പാർവതി ദേവിയെ പോലെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ചിട്ടുള്ള മറ്റേതെങ്കിലും സ്ത്രീ ഇതിഹാസങ്ങളിലായാലും ഇന്നത്തെ ജീവിതത്തിലായാലും നമുക്ക് കാണാൻ കഴിയുമോ? അതുപോലെ എത്ര കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം എന്താ ശക്തരല്ലേ? സംസാരിക്കും, അതാണ് നമ്മളുടെ വിഷയം. അതിലേക്ക് വരും. ആദിവൃത്തി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ദശരഥ മഹാരാജാവിന് എത്ര ഭാര്യമാരാണ്, അതുപോലെ മുരുകൻ എത്ര ഭാര്യമാരാണ്, ഗണപതി എത്ര ഭാര്യമാരാണ്, അവിടെ പാണ്ഡു എത്ര ഭാര്യമാരാണ്. ഇവർക്കെല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാരാണുള്ളത്. പക്ഷെ ഇവരുടെ ഭാര്യമാരും വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ അവരുടെ അവകാശങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. പാതിവൃത്യം എന്ന ഇതിഹാസ സങ്കല്പത്തിന്റെ കൃത്യമായ ആശയങ്ങളിലൂടെ ഇവർക്ക് ഉത്തരം കൊടുക്കാം നമുക്ക്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായില്ലേ? പാഞ്ചാലി 5 പേരുടെയും കൂടെ ഒറ്റ സമയമല്ല വസിച്ചിരുന്നത്, 5 പേരുടെ കൂടെ വ്യത്യസ്ത സമയങ്ങളിലാണ്.
പാഞ്ചാലി അതിൽ സന്തുഷ്ടയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പല സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതെന്താ, പാഞ്ചാലിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ അത് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജമദഗ്നി മഹർഷിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ ഒന്ന് നോക്കിയതിനാണ് അദ്ദേഹം തലയർത്തത്. ഇപ്പോൾ ഇത്തരം രാജാക്കന്മാർക്ക് ഒന്നിലധികം കല്യാണം കഴിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പുരുഷനെ ഒന്ന് നോക്കിയത് കൊണ്ട് അദ്ദേഹം തലയർത്തു? അവിടെ സ്ത്രീയുടെ അവകാശത്തെ ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റാശയങ്ങളിലേക്ക് വരൂ. കൂടുതൽ ആധുനിക കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത്. കൂടുതൽ പോയിന്റ്സ് കൊണ്ട് നിങ്ങളുടെ വാദത്തെ ശക്തമാക്കൂ. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പുരാണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീ കഥാപാത്രങ്ങളും വിഷമിക്കുന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുരാണങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഏത് പുരാണം എടുത്താലും അതിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാവരും പുരുഷന്മാർ തന്നെയാണ്. രാമായണത്തിൽ രാവണനും രാമനുമാണ്, അതുപോലെ മഹാഭാരതത്തിൽ ദുര്യോധനനും അർജുനനും ഭീമനുമാണ്. അങ്ങനെയെങ്കിൽ അവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ തന്നെ സാധിക്കുന്നില്ല. ഇനി വെറും 2 മിനിറ്റേ ഉള്ളൂ. ഇതിഹാസത്തിലെ സ്ത്രീയുടെ ശക്തി എന്താണ്, പാതിവൃത്യം എന്ന ആശയം എന്താണ്, കൃത്യമായി പെട്ടെന്ന് സംസാരിച്ച് അവസാനിപ്പിക്കൂ നിങ്ങളുടേത്. കുന്തി ദേവിയെ നോക്കൂ, ശക്തരായ ഒരു കഥാപാത്രം തന്നെയല്ലേ. ഭർത്താവ് മരിച്ചിട്ടും തന്റെ മക്കളെ വളർത്താൻ വേണ്ടി സതി എന്ന ആചാരം ഒഴിവാക്കുകയാണ് അവിടെ ചെയ്തത്. അതെന്താ, ശക്തമായ ഒരു തീരുമാനം തന്നെയല്ലേ. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തന്റെ മക്കൾ തെറ്റായ പാത പിന്തുടരാം എന്നുള്ള ആശയം ആ അമ്മയ്ക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയല്ലേ അത്രയും ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ കാരണം. അന്നത്തെ കാലത്ത് സതി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ഒരു ഭാര്യയുടെ കടമയായിരുന്നു. അതെല്ലാവരും പിന്തുടർന്ന് വന്നിരുന്ന ഒരു സമൂഹ സൃഷ്ടിയായിരുന്നു അത്. അതിനെ എതിർത്ത് സമൂഹ സൃഷ്ടിക്കെതിരായി അവിടെ പ്രവർത്തിക്കാൻ കുന്തി ദേവിക്ക് കഴിഞ്ഞില്ലേ. അതെന്താ, ശക്തമായ ഒരു തീരുമാനമല്ലേ. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തന്റെ മക്കൾ തെറ്റായ പാത പിന്തുടരും എന്ന് മനസ്സിലാക്കുകയല്ലേ ഒരു അമ്മ അവിടെ ചെയ്തത്. 30 സെക്കൻഡ് വീതം രണ്ടുപേർക്കും കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരമാണ്. വേഗം സംസാരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശ്രീരാമന്റെ ഉദാഹരണം എടുത്തു നോക്കൂ. ഇപ്പോൾ സീതയെ കാട്ടിലേക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ അഗ്നിപ്രവേശം ചെയ്തിട്ടാണ് സീതയുള്ളത്. പക്ഷെ എന്നിട്ടും അഗ്നിപ്രവേശത്തിൽ അവൾ ശുദ്ധയാണെന്ന് മനസ്സിലാക്കിയിട്ടും സീതയെ കാട്ടിലേക്കുകയാണ് ശ്രീരാമൻ ചെയ്തത്. അവിടെ സീതയ്ക്കൊരു അവകാശമില്ല. സീതയോട് പോകാൻ പറഞ്ഞു, സീത പോയി. അങ്ങനെ ഒരു സന്ദർഭമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ പുരുഷ മേധാവിത്വം തന്നെയാണ്, അതിൽ വേറെ ചോദ്യമില്ല. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അതൊരു പ്രാവശ്യം ഞാൻ വ്യക്തമാക്കിയതാണല്ലോ. രാമൻ ഒരു രാജാവായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജകുമാരനായിരുന്നു. തന്റെ പ്രജകൾക്ക് നേരായ മാർഗം കാട്ടിക്കൊടുക്കുക, സത്യസന്ധമായ പാത പിന്തുടരാനുള്ള ഉദാഹരണമായിട്ടാണ് സീതയെ ഉപേക്ഷിച്ചത്. അല്ലാതെ അത് ശ്രീരാമൻ സ്വന്തമായി എടുത്തൊരു തീരുമാനമല്ല. മറ്റു പോയിന്റുകളിലൂടെ നിങ്ങളുടെ ആശയത്തെ കൺക്ലൂഡ് ചെയ്യൂ. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? അതിനാ അഗ്നിപ്രവേശം നടത്തിയല്ലോ, അപ്പൊ മനസ്സിലായല്ലോ ശുദ്ധയാണെന്ന്. പക്ഷെ എന്നിട്ടും ശ്രീരാമൻ സീതയെ കാട്ടിൽ പറഞ്ഞയച്ചു. സീത തന്റെ ശിഷ്ടകാലം വളരെ വേദനാജനകമായ ഒരു ജീവിതമാണ് ജീവിച്ചത്. അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷ മേധാവിത്വം തന്നെയാണ്. നമ്മൾ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിഹാസം വീരന്മാരുടെ കഥയാണ്, നായകന്മാരുടെ കഥയാണ്, യുദ്ധങ്ങളുടെ കഥയാണ്, പടവെട്ടലുകളുടെ കഥയാണ്, വെട്ടിപ്പിടിക്കലുടെ കഥയാണ്. പക്ഷേ ഇതിഹാസം ആർജവമുള്ള സ്ത്രീകളുടെ കഥയാണ്. ഇതിഹാസത്തിൽ അഗ്നിയെപ്പോലെ പരിശുദ്ധയായ ദ്രൗപദി ഉണ്ടായിരുന്നു. ഇതിഹാസത്തിൽ ശക്തമായ സുഭദ്രയുണ്ടായിരുന്നു, സാവിത്രി ഉണ്ടായിരുന്നു, പുരുഷത്വത്തെ വീണ്ടെടുത്ത ദമയന്തി ഉണ്ടായിരുന്നു. പാതിവൃത്യം എന്നത് സ്ത്രീ തൻ്റെ ജീവിതത്തിൽ തൻ്റെ രാഷ്ട്രത്തോട് തൻ്റെ സമൂഹത്തോട് പുലർത്തുന്ന ഏറ്റവും വലിയ ദൃഢമായ വീര്യത്തിൻ്റെ കഥ കൂടിയാണ് ഇതിഹാസ കഥാപാത്രങ്ങൾ. ഇത്തരം സ്ത്രീ കഥാപാത്രങ്ങളെ കൂടി കാണിച്ചു തന്നുകൊണ്ടാണ് ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ ഇതിഹാസം കൃത്യമായ മറുപടി നൽകിയത്. 2 പക്ഷങ്ങൾക്കും കൃത്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്ന ഒരു റൗണ്ടായിരുന്നു ഇത്. വളരെ നന്നായി നിങ്ങൾ ഈ റൗണ്ട് ഭംഗിയായി കൈകാര്യം ചെയ്തു. നമുക്ക് വരദയെ വിളിക്കാം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റൗണ്ട് അവസാനിച്ചു അല്ലേ? ഇവിടെ 2 പുരുഷന്മാർ വളരെ ശക്തമായി പുരുഷ ആധിപത്യമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നതെന്ന് വാദിക്കുകയും 2 സ്ത്രീകൾ അല്ല, ശക്തരായ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് വാദിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഒരു വെറൈറ്റി ആയിരുന്നു. അല്ല, എന്തായാലും പുരുഷന്മാരുടെ ഇടയിൽ നിന്നും ഇവിടെ പുരുഷാധിപത്യ സമൂഹമാണ് ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായ സ്ത്രീത്വം ഉയർന്നു വരണം എന്ന് 2 കുട്ടികൾ പറഞ്ഞല്ലോ. അതെ അതെ അതെ. ഇതിപ്പോ ഈ പോയിന്റ് പറയാൻ വേണ്ടി മാത്രമാണോ അതോ ശരിക്കും അങ്ങനെ ഒരു ചിന്താഗതി? നമ്മുടെയൊക്കെ വീട്ടിലും നമുക്ക് ഇതിന് മാറ്റം കൊണ്ടുവരണം. എല്ലാവർക്കും കൃത്യമായ അവകാശങ്ങളുള്ള തുല്യമായ ഇടങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഈ ചർച്ച ഉണ്ടാവുന്നത്. അതെ. എന്തായാലും താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പേഴ്സണലി നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആയിരുന്നു. എല്ലാ പോയിന്റ്സും പറയാൻ പറ്റിയോ? ഇവിടെയോ എല്ലാം പറയാൻ പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. ഇല്ല, മാർക്കിനുള്ളതല്ല, നമ്മൾ പഠിച്ചു വെച്ച എല്ലാ സാധനങ്ങളും പറയാൻ പറ്റിയില്ല. ഇനിയും ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. സ്വാമിജി, രണ്ടുപേരും അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ പോയിന്റുകൾ
ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സന്തോഷകരമാണ്. ഇവിടെ ഭാരതത്തിൻ്റെ അല്ലെ ഇതിഹാസത്തിൻ്റെ പാതിവൃത്യ സങ്കല്പം എന്ന് പറയുമ്പോൾ പൗരാണികമായ സങ്കല്പമാണ് ഭാരതത്തിൻ്റെ. അത് പതിയോടൊപ്പം തന്നെ പത്നിക്കും തത്തുല്യമായ പ്രാധാന്യം ഈ ഭാരതമെന്നും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് ഋഷികമാരുണ്ടായിരുന്നു, ഗാർഗിയും മൈത്രയും പോലെയുള്ള അനേകം ഋഷികമാരുണ്ടായിരുന്നു. അർദ്ധനാരീശ്വര സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. പാതി പുരുഷനും പാതി സ്ത്രീയും എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തെ ജീവിത രീതി ഇക്കാലഘട്ടത്തെ ജീവിത രീതിയും തമ്മിൽ ധാരാളം അന്തരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്ന ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ എടുത്താൽ, ദ്രൗപദിയാണെങ്കിലും കുന്തിയാണെങ്കിലും സീതയാണെങ്കിലും ദമയന്തിയാണെങ്കിലും അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയുന്ന സന്ദർഭങ്ങൾ ഇതിഹാസങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മടി കൂടാതെ പറയാനും വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കാനും അവർ തൻ്റെ ഇടം കാട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിഹാസങ്ങളിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ പാതിവൃത്യ സങ്കല്പം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു ചിട്ടവട്ടം ഉണ്ടായിരുന്നു. ആ പാതിവൃത്യ സങ്കല്പം എന്ന് പറയുന്നത് ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാതിവൃത്യ സങ്കല്പം ഉണ്ടായത്. അതുകൊണ്ട് പാതിവൃത്യ സങ്കല്പം തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് പറയാൻ സാധിക്കില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു പടി സ്ത്രീക്ക് മുന്നിൽ സ്ഥാനം കൊടുത്തത് ഭാരതമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് പല സെമിറ്റിക് മതങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഇല്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു ഈ ഭാരതത്തിലുണ്ടായിരുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് നോക്കിയാൽ അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു, മറ്റെവിടെയും കാണാത്തൊരു സങ്കല്പം. അപ്പോൾ സ്ത്രീ എവിടെ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ പോലും കളിയാടുന്നു എന്നുള്ള സങ്കല്പം ഇവിടെ തന്നെ ഉണ്ടായതാണ്. രണ്ടുപേരും ഇവിടെ ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്, വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. സർ, പുരുഷാധിപത്യ സമൂഹത്തിന് വേണ്ടി ശക്തമായി രണ്ടാൺകുട്ടികൾ വാദിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. അവർ കുന്തിയുടെ കാര്യം പറഞ്ഞു. കുന്തി ആദ്യമായി സഹജീവിതം നയിച്ച ഒരു സ്ത്രീ കൂടിയാണല്ലോ. ആ സഹജീവിതത്തിലുണ്ടായ ഒരു മകനാണ് കർണൻ. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടിയുണ്ട്. ബഹുഭർത്തൃത്വവും ബഹുഭാര്യത്വവും രണ്ടും നമുക്ക് ഇതിഹാസത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉത്തരം. ഈ ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. ഭർത്തൃധർമ്മം നിങ്ങൾ അല്ലെങ്കിൽ സതീധർമ്മം വേണമെങ്കിൽ നിങ്ങൾ അനുഷ്ഠിച്ചാൽ മതി. ധർമ്മം അനുഷ്ഠിക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കരാറല്ല വിവാഹം. നമ്മളതിന് അങ്ങനെ കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കരാറിലൊരു പ്രശ്നമുണ്ട്, വ്യവസ്ഥകൾ ലംഘിക്കപ്പെടും. എല്ലാ കരാറുകളുടെയും അവസ്ഥ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന പ്രധാനപ്പെട്ട പരാതി ഈ കരാർ ലംഘനത്തെക്കുറിച്ചാണ്. കുടുംബജീവിതത്തിൽ ഈ കരാർ ലംഘനം വരുന്നത് ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 10% എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നാണ്. കരാറാണ് പ്രശ്നം. ഞാൻ 10 സ്നേഹം കൊടുത്ത് എനിക്കൊരു സ്നേഹമോ കിട്ടിയുള്ളൂ എന്നാണ് പറയുന്നത്. നേരെ തിരിച്ച് പുരുഷൻ കുറച്ച് കൗശലക്കാരനും കൂടി ആണെങ്കിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും. രണ്ടു കൂട്ടരും പറയുന്നത് കൊടുക്കുന്ന അത്രയും കിട്ടിയില്ല എന്നാണ്. അത് കരാറുകളുടെ പ്രത്യേകതയാണ്. പക്ഷേ ധർമ്മം കരാറല്ല. ഓരോ വ്യക്തിയും അവനവന് വേണ്ടി സ്വയം സമർപ്പിച്ച് ചെയ്യുന്നതാണ് ധർമ്മം. സീത പതിവ്രതയായി ഇരുന്നത് രാമന് വേണ്ടിയിട്ടല്ല, സീതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. രാമൻ ഏകപത്നി വ്രതം അനുഷ്ഠിച്ചത് സീതയ്ക്ക് വേണ്ടിയിട്ടല്ല, രാമന് വേണ്ടിയിട്ടാണ്. അപ്പം ധർമ്മം എപ്പോഴും അവനവൻ സ്വയം തീരുമാനിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാതെ ജീവിക്കാൻ അവകാശമുള്ളപ്പോൾ ആധിപത്യത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ആധിപത്യത്തിൻ്റെ പ്രശ്നം വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ ജീവിക്കാൻ ഉള്ള അവസരം നിഷേധിക്കപ്പെടണം. അങ്ങനെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ആ കുട്ടികൾ മനോഹരമായിട്ട് ആ വിവരം നമ്മുടെ ഈ 2 പെൺകുഞ്ഞുങ്ങൾ ഗംഭീരമായി തന്നെ അവരുടെ കാര്യം അത് അവർ അവതരിപ്പിക്കുകയും ചെയ്തു, ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇതൊരു പുരുഷാധിപത്യത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം ശരിയല്ല. സ്ത്രീ ആധിപത്യത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന വാദവും
ശരിയല്ല. രണ്ടു കൂട്ടർക്കും വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തവരുടെ കഥയാണ് രാമായണത്തിൽ രാമനും സീതയുമായി വരുന്നത്. വാൽമീകി തന്നെ പറഞ്ഞിട്ടുണ്ട്, രാമായണം സീതായനം കൂടിയാണ് എന്ന്. താങ്ക് യു സർ. ടീച്ചർ? ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ വിഷയം നിങ്ങൾ എങ്ങനെ സമീപിക്കും എന്ന് നോക്കിയത്. കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്താണ് ജീവിക്കുന്നത് അല്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാദമാണ്, ഇന്ത്യൻ സംസ്കാരത്തിൽ വലിയ കുറെ പതിവ്രതകളുണ്ട്, അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെയൊക്കെ നിഷേധിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം തവണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ സങ്കല്പത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് എപ്പോഴും ഞാൻ കൗതുകത്തോടെ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് ആ കൗതുകം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം, കുടുംബത്തെ നന്നായി നയിക്കേണ്ടത് സ്ത്രീയാണ്. കുട്ടിക്കാലം മുതലേ നമ്മളോട് ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്, അത് സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ്. വാസ്തവത്തിൽ സ്ത്രീയും ഒരു കുട്ടിയെ വളർത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കുടുംബത്തിൽ ആ കുട്ടിയുടെ ജന്മത്തിന് ഉത്തരവാദികളായവരെല്ലാവരും, സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഒരു പുരുഷ സ്ത്രീ വ്യക്തിയെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഒരു തുല്യമായ പങ്കാളിത്തം എന്ന ആശയം തന്നെയാണ് എന്നും ഭാരതം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്ത്രീകളിൽ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്ന തലത്തിലുള്ള ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ പാതിവൃത്യം എന്ന് പറയുന്ന ആശയത്തെ കുറച്ചുകൂടി വിശാലമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭർത്താവിനോട് പുലർത്തുന്ന നിഷ്ഠ എന്നതിനപ്പുറത്ത് ഒരു വ്യക്തി, സാർ അത് വളരെ ഭംഗിയായി പറഞ്ഞു, അത് സ്ത്രീക്കും പുരുഷനും ബാധകമാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു നിഷ്ഠയില്ലേ, താൻ ആശയത്തോട് കടപ്പെട്ടവളായിരിക്കും, താൻ ധർമ്മത്തോട് കടപ്പെട്ടവളായിരിക്കും, തൻ്റെ ജീവിതത്തിൽ ഒരു എത്തിക്സ് ഉണ്ടാവും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്ന മാന്യതയുണ്ടാവും. ഇങ്ങനെയൊക്കെ നമുക്കതിനെ വാക്കുകൊണ്ട് ചുരുക്കി കൊണ്ടുവരാം. ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ വലിയതാന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ലളിതമാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നിലപാടുണ്ടാകും. ഈ നിലപാടിനെ പാതിവൃത്യം എന്ന് പറയാം. അത് ഒരു വ്യക്തിയോട് മാത്രം പുലർത്തുന്ന നിലപാടല്ല. നമ്മളുടെ വർത്തമാനത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സമൂഹത്തോടുള്ള ഇടപെടലിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു കൃത്യമായ ഒരു നിലപാടുണ്ട്. അത് ഭാരതീയ സങ്കല്പം അനുസരിച്ച് അത് സനാതനമായ ചില മൂല്യബോധങ്ങളോട് ചേർന്നിരിക്കുന്നു. അത് ലോകത്തെ നിലനിർത്തുന്ന ചില ആശയങ്ങളോട് ചേർന്നിരിക്കുന്നു. ഈ ആശയങ്ങളോടുള്ള, മൂല്യബോധത്തോടുള്ള ഒരു വ്യക്തിയുടെ നിഷ്ഠയെയാണ് നാം പാതിവൃത്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മൂല്യബോധമുള്ള വ്യക്തികൾ ചേർന്ന് സൃഷ്ടിക്കുന്ന കുടുംബമാണ് സമൂഹത്തിന് പ്രയോജനപ്പെടുന്നത്. മൂല്യബോധമുള്ളവർ ചേരുന്ന സമൂഹമാണ് രാഷ്ട്രത്തിന് പ്രയോജനപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ നല്ല കമന്റ്സ് ആണ് കേട്ടത്. ഇനി നേരെ നമുക്ക് മാർക്സിലേക്ക് പോവാം. സ്വാമിജി, ഔട്ട് ഓഫ് 10 ഓരോ സ്കൂളിന് എത്രയാണ്? അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ 9 മാർക്ക്. അതുപോലെ തന്നെ അമൃത വിദ്യാലയം ചാവക്കാട് 8.5 മാർക്ക്. നന്ദി സ്വാമിജി. സർ? അമൃത വിദ്യാലയം ചാവക്കാട് 8 മാർക്ക്. അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ 9 മാർക്ക്. ഓക്കെ, താങ്ക് യു സർ. ടീച്ചർ? ഞാൻ അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ 16 മാർക്ക്, അമൃത വിദ്യാലയം ചാവക്കാട് 16.5 മാർക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ ടോട്ടൽ സ്കോർ നോക്കുമ്പോൾ അമൃത വിദ്യാലയം ചാവക്കാടിന് കിട്ടിയിരിക്കുന്നത് 33 മാർക്കാണ്. ആൻഡ് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിന് കിട്ടിയിരിക്കുന്നത് 34 മാർക്ക്. ഹാപ്പി അല്ലേ? മേ ബി ഓപ്പോസിറ്റ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്കോർ ചെയ്യായിരുന്നു എന്ന് തോന്നിയോ? ഇതല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, പോയിന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പം എന്തായാലും ഇനിയുള്ള റൗണ്ടുകളിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് രണ്ട് കൂട്ടരും പെർഫോം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ മകരവ്യൂഹം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആചാര്യസഭയുടെ കൂടെ മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്വാഗതം ചേട്ടാ. അപ്പൊ ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഈ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള ആൾക്കാരെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയം കൊല്ലം. നമസ്കാരം, എൻ്റെ പേര് ശിവപ്രിയ, ഇത് വിഭ.
ഇത് ശിവനന്ദ. ഞങ്ങൾ കൊല്ലം ചന്ദനത്തോപ്പ് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്. കൈകേയിയുടെ മാതൃത്വം, സ്വാർത്ഥത, ക്രോധം എന്നീ വിവിധ ഭാവങ്ങളാണ് ഞങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. പേര് പറഞ്ഞ് നമുക്കൊന്ന് തുടങ്ങിയാലോ? തുടങ്ങിക്കോ. വിഭ വിനോദ്, വിഭ എത്രാം ക്ലാസ്സിലാ? 9th. 9th. ശിവപ്രിയ +1. +1. ശിവനന്ദ 8th. 8th. ഇന്ന് ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്? കൈകേയി, കൈകേയി. ഏതൊക്കെ ഭാവങ്ങളാ? മാതൃത്വം, സാർത്ഥത, ക്രോധം. ക്രോധം. ഓക്കെ, ഇങ്ങനെ ഒരു റൗണ്ട് വന്നു കഴിഞ്ഞപ്പം എന്താണ് തോന്നിയത്? സ്കിറ്റല്ല, നാടകമല്ല, മോണാക്ട് അല്ല, ഒരു പ്രത്യേകതരം ഒരു ഇതാണല്ലോ. എന്താ തോന്നിയത്? ഇങ്ങനെ ഒരേ സാധനം 3 പേര് വിവിധ ഭാവങ്ങൾ ചെയ്യാൻ തോന്നിയപ്പം എന്തെങ്കിലും മനസ്സിൽ തോന്നിയോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? അതോ ഓക്കെ ആണോ, നമുക്ക് ചെയ്യാം? ആദ്യം കുറച്ച് ടെൻഷൻ. എന്താണ് സംഭവം എന്നൊക്കെ ആദ്യം മനസ്സിലായിരുന്നോ ഇങ്ങനെ പറഞ്ഞപ്പം? ഇല്ല, പിന്നെ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഈ ഒരു റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവാഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. രാമന് രാജ്യാധികാരം ലഭിച്ചാൽ രാജതന്ത്രം ലഭിക്കുക രാമനാകും. എന്റെ പുത്രൻ ഭരതൻ എത്ര സമർത്ഥനാണ്, ഭരണ നിപുണനാകും എന്നറിഞ്ഞല്ലേ ഭരതൻ എന്നു നാമകരണവും ചെയ്തത്. എന്നിട്ടും രാജ്യാധികാരം രാമന്. എന്റെ പുത്രൻ സർവ്വസുഖങ്ങളിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെടും. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പുത്രനെ പരലോകത്തേക്ക് അയക്കാൻ പോലും രാമൻ മടിക്കില്ല. രാമന്റെ രാജ്യാധികാരം നഷ്ടപ്പെടുത്താൻ എന്താണൊരു വഴി? എന്റെ ജീവിതം സൗഖ്യമുള്ളതാകണമെങ്കിൽ എന്റെ പുത്രൻ ഭരതൻ ഈ രാജ്യം ഭരിക്കണം. രാമനെ ഈ രാജ്യത്ത് നിന്ന് തന്നെ അകറ്റണം. അതെ, രാമനെ കാട്ടിലയക്കാം. മന്ദര പറഞ്ഞതുപോലെ 2 വരങ്ങൾ ഇപ്പോൾ തന്നെ ചോദിക്കാം. മഹാരാജാവ് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ ത്യജിക്കും എന്ന് തന്നെ പറയാം. 1 2 വർഷമല്ല, 14 വർഷം രാമൻ കാനനത്തിൽ കഴിയണം. എന്റെ പുത്രൻ ഭരതൻ പെരുമാളാകുന്നത് എനിക്കൊന്ന് കാണണം. മകനെ, എന്റെ പ്രിയ പുത്ര, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. എഴുന്നേൽക്കൂ മകനെ. നിന്റെ മാതൃഭക്തി നാൾക്കുനാൾ കൂടി വരുന്നത് ഈ അമ്മ മനസ്സിലാക്കുന്നു. വരൂ മകനെ, ഇരിക്കൂ. അമ്മാത്തിൽ നിന്നു യാത്ര പുറപ്പെട്ടിട്ട് എത്ര ദിവസമായി? എന്ത്, 7 ദിവസം കൊണ്ട് ഇങ്ങ് എത്തിയെന്നോ? ഇത്ര വേഗം യാത്ര ചെയ്തിട്ട് എന്റെ പുത്രന് ക്ഷീണം വല്ലതും ഉണ്ടോ? ആരെവിടെ? തോഴി, എന്റെ പുത്രന് ക്ഷീണം തീർക്കാനായി പാനീയവും ഫലംപൂലാദികളും വേഗം കൊണ്ടുവരൂ. എന്റെ പുത്രനെ ഞാൻ നന്നായി ഒന്ന് കാണട്ടെ. എന്റെ മനസ്സിന് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹാരാജൻ, എനിക്ക് എന്താണ് രോഗമെന്നാണോ അങ്ങേക്ക് അറിയേണ്ടത്? എനിക്കൊരു രോഗവുമില്ല. ആരും എന്നെ ബഹുമാനിക്കാതെ ഇരിക്കുന്നില്ല. എന്റെ മനോവിഷമം കാണാത്തത് അങ്ങ് മാത്രമാണ്. എന്താണ് ഇത്ര വിഷമമെന്നാണോ അങ്ങേക്ക് അറിയേണ്ടത്? എന്റെ ഒരു അഭീഷ്ടം അങ്ങ് സാധിച്ചു തന്നില്ല. അത് സാധിച്ചു തരാൻ തയ്യാറാണെങ്കിൽ എന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്താലും. മഹാരാജൻ, അങ്ങയുടെ തലോടൽ എന്നിൽ വെറുപ്പുളവാക്കുന്നു. അങ്ങയുടെ മധുരമായ വാക്കുകളും എന്നിൽ അലോസരപ്പെടുത്തുകയാണ്. അങ്ങ് എന്തിനാണ് ഇങ്ങനെ വ്യർത്ഥമായ വാക്കുകൾ പറയുന്നത്?
ഞാനാണ് അങ്ങയുടെ പ്രിയ പത്നിയെങ്കിൽ എന്തെങ്കിലും അനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചേനെ. അങ്ങ് ആണയിടുമ്പോഴും എന്റെ പ്രിയപുത്രൻ രാമൻ എന്നാണല്ലോ പറയുന്നത്. ഭരതൻ എന്താ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനല്ലേ? എന്നാൽ അങ്ങൊന്ന് മനസ്സിലാക്കിക്കോളൂ, എന്റെ പ്രിയപുത്രനാണ് ഭരതൻ. ഭരതനെ വേണം അങ്ങ് യുവരാജാവായി അഭിഷേകം ചെയ്യാൻ. എന്ത്, അങ്ങക്ക് സാധ്യമല്ലെന്നോ? എങ്കിൽ അങ്ങ് എനിക്ക് നൽകിയ ആ 2 വരങ്ങൾ ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഓ, അതും അങ്ങ് മറന്നുപോയോ? അന്ന് ദേവാസുര യുദ്ധസമയത്ത് അസുരായുധമേറ്റ് അങ്ങ് ബോധരഹിതനായി വീണത് ഓർക്കുന്നുണ്ടോ? അസുരന്മാരിൽ നിന്നും രക്ഷിച്ച് എനിക്ക് അങ്ങ് 2 വരങ്ങൾ നൽകിയിരുന്നു. ആ 2 വരങ്ങളാണ് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. 1, എന്റെ പ്രിയപുത്രൻ ഭരതൻ യുവരാജാവാകണം. 2, ശ്രീരാമൻ 14 വർഷം വനവാസം ചെയ്യണം. മാന്തോലും ജടയും ധരിച്ച് ഒരു തപസ്വിയായി രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്നത് എനിക്ക് ഇപ്പോൾ തന്നെ കാണണം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ചെയ്തിട്ട്? കുഴപ്പമില്ല. ഹാപ്പി? ഞാനൊന്നും പറയില്ല, എല്ലാവരും പറയും അല്ലേ? എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. സ്വാമിജി, തരക്കേടില്ലാതെ അവർ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നീതി പുലർത്താം എന്ന് തോന്നി ആ കൈകയുടെ ഒരു പാർട്ടിൽ. പ്രത്യേകിച്ച് ഭരതനൊക്കെ വരുന്ന സമയത്ത് സ്വീകരിക്കുന്ന ഭാവം, ഒരു അതേപോലെ ആ ഡയലോഗ്സൊക്കെ കുറച്ചുകൂടി ഒരു ജീവൻ ഉള്ളതുപോലെ തോന്നണമായിരുന്നു എന്ന് മനസ്സിൽ തോന്നുകയാണ് കൈകയുടെ ഭാവങ്ങളിൽ. ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു ഭാവമാണ് ഈ മാതൃത്വം എന്നത്. മാതൃത്വത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ലോകത്ത് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളെന്ന് പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ശക്തിയാണ് മാതൃത്വം. ആ മാതൃത്വം കൈകേയിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം അത്രയും രാമനെ സ്വന്തം പുത്രനേക്കാളും സ്നേഹിച്ചിരുന്നു കൈകേയി എന്നുള്ളതാണ് നമുക്ക് രാമായണത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരാളിൽ സ്വാർത്ഥതയുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വേറൊരാളുടെ ഒരു വാക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് ഏതൊരു മനുഷ്യനെയും വഴിതെറ്റിക്കാൻ പര്യാപ്തമാണ്. അല്ലെങ്കിൽ അത്ര ദൃഢനിശ്ചയം ആദർശത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ് അവിടെ കൈകേയി എന്ന് പറയുന്നത്. മന്ധരയിൽ നിന്ന് ആദ്യം അഭിഷേക വാർത്ത രാമൻ്റെ അറിയുമ്പോൾ കഴുത്തിൽ കിടന്ന ഏറ്റവും വിലപിടിച്ച മാല ഊരിക്കൊടുക്കുന്നതും കൈകേയിയാണ്. പക്ഷെ മന്ധരയുടെ നിരന്തരമായ പ്രേരണ അവരിലെ ആ മാതൃത്വത്തെ മാറ്റിമറിച്ചു, അല്ലെങ്കിൽ മാതൃത്വത്തെ സ്വാർത്ഥതയിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. സാധാരണ മനുഷ്യരുടെയൊക്കെ സ്നേഹത്തിൽ ഈ സ്വാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയത്ത് ആ സ്നേഹം കാണിക്കുകയും അതേ സ്നേഹം തന്നെ ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത്രയും സ്നേഹിച്ച ഒരാളാണ് രാമനെ കാട്ടിലേക്ക് വിടാനും കൊല്ലാൻ പോരെ. 14 വർഷം കാട്ടിലേക്ക് പോയാൽ ഒരാൾ ജീവനോടുകൂടി തിരിച്ചു വരില്ല എന്നൊരു സാധാരണ ഒരു പറച്ചിലുണ്ട്, കാലഘട്ടങ്ങളിലേ ഉണ്ട്. കാരണം അവിടെ രക്ഷപ്പെട്ടു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാജ്യം എന്നുമെന്നും ഭരതൻ്റേതായി തീരും എന്നുള്ള വിശ്വാസം. ഇതൊക്കെയായിരുന്നു പിന്നീട് ഈ മന്ധരയുടെ വാക്കുകളിലൂടെ കൈകയുടെ ഉള്ളിലേക്ക് കടന്നു വന്നത്. എന്തായാലും കുറച്ചുകൂടി അത് നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും നിങ്ങൾക്ക് 3 പേർക്കും അഭിനന്ദനങ്ങൾ. അത് പരിശ്രമിച്ചല്ലോ, അതിൽ അഭിനന്ദനങ്ങളുണ്ട്. നന്ദി സ്വാമിജി. സർ, സാങ്കേതികത്വം മുഴുവനും മുരളിയെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വളരെ സേഫായി എന്നൊരു ഗുണവും കൂടിയുണ്ട്. പക്ഷേ ഒറ്റ കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സംഭാഷണം പറയുമ്പോൾ അതിനൊരു താളമുണ്ട്. ആ താളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ദശരഥനിൽ കൈകേയിക്കുണ്ടായിരുന്ന സ്വാധീനം എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ദശരഥൻ പറയുന്ന 2 കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അതെന്താണെന്ന് വെച്ചാൽ, നിനക്ക് അപ്രിയനായ ഒരുത്തനുണ്ടെങ്കിൽ അവൻ നിരപരാധിയാണെങ്കിലും ഞാൻ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാം. നിനക്ക് പ്രിയങ്കരനായ ഒരുവനുണ്ടെങ്കിൽ അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിലും ഞാൻ അവനെ വിട്ടയക്കാം. ഇത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രാജഭരണകാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അധർമ്മവും കുറ്റവുമാണ്. അപ്പോൾ അപരാധിയെ ശിക്ഷിക്കാതിരിക്കാനും നിരപരാധിയെ ശിക്ഷിക്കാനും കഴിയത്തക്ക വിധത്തിലുള്ള
സ്വാധീനം ഈ ദശരഥനിൽ കൈകേയിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രാജപുത്രനായതുകൊണ്ട് യുവരാജാവാക്കില്ല. യുവരാജാവാക്കണമെങ്കിൽ നടപടിക്രമമുണ്ട്. ഒന്ന്, ഇങ്ങനെ ഇന്ന ആളെ യുവരാജാവാക്കാൻ നാം ആഗ്രഹിക്കുന്നു. എന്താണ് രാജസദസ്സിലുള്ളവരുടെ അഭിപ്രായം? അവരെല്ലാവരും അത് സമ്മതിച്ചു കഴിഞ്ഞാൽ രാജാവ് പ്രത്യേക ദൂതനെ വിടും. ദൂതനെ വിട്ടിട്ട് ഈ രാജകുമാരനെ അവിടെ സഭയിൽ വരുത്തും. അവിടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ രാജകുമാരൻ രാജാവിനെ സംബോധന ചെയ്യേണ്ടത് ഇന്ന് അയോധ്യ രാജ്യത്തെ മഹാരാജനായ ദശരഥൻ്റെ പുത്രനായ രാമചന്ദ്രൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയണം. അതാണ് എൻ്റെ ആചാരം. ആ രാജസദസ്സും രാജാവും ചേർന്നെടുക്കുന്ന രാജ്യത്തിൻ്റെ തീരുമാനം ഭാര്യ പറഞ്ഞപ്പോൾ മാറ്റി എന്നുള്ളത് അയാൾ ഏതു തരത്തിലുള്ള ശിക്ഷയാണ് അർഹിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം നടപടിക്രമങ്ങളെ പാലിക്കാതിരിക്കുകയും നീതിയെ നിഷേധിക്കുകയും നിയമത്തെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന കാര്യവും കൂടി ഈ കൈകേയി സംഭവത്തിലുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു സർ. ടീച്ചർ? ഞാൻ രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ വളരെ ഡെപ്തുള്ളൊരു ക്യാരക്ടറായിട്ട് വാൽമീകിയുടെ സൃഷ്ടികളിൽ ഇപ്പറഞ്ഞ പോലെ പല ഭാവങ്ങൾ മിന്നിമറയുന്ന ഒരു കഥാപാത്രമായി തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൈകേയി. അതുകൊണ്ട് കൈകേയിയുടെ രംഗാവതരണത്തിന് വലിയ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അതായത് കൈകേയിയുടെ തന്നെ ഉള്ളിലുള്ള വളരെ ശക്തമായ ഒരു മാതൃത്വത്തിൻ്റെ, സ്ത്രൈണമായ വാത്സല്യത്തിൻ്റെ ഒക്കെ ഭാവം കൈകേയിലുണ്ട്. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കൈകേയിയുടെ തന്നെ മറ്റൊരു ഭാവമാണ് മന്ധര. മന്ധര മറ്റൊരു സ്ത്രീ അല്ല. ഒരു സ്ത്രീക്കുള്ളിൽ അവൾ സ്വയം സംസ്കരിക്കാതിരുന്നാൽ അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മന്ധര എപ്പോഴെങ്കിലും പുറത്തു ചാടും. ആ മന്ധരയാണ് കൈകേയിയെ കൊണ്ട് സ്വാർത്ഥയാക്കിയത്. ഇത് രണ്ടും കൈകേയിയിൽ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നിറയെ സാധ്യതയുള്ള, ഒത്തിരി ഷെയ്ഡുകളുള്ള ഒരു ക്യാരക്ടറാണ് കൈകേയി. അവതരണത്തിൽ കുറച്ചുകൂടി മികവ് പുലർത്താമായിരുന്ന, പലപ്പോഴും ഈ സ്വാർത്ഥതയാണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്, മാതൃത്വമാണോ എന്ന് ഇടയ്ക്കൊന്ന് മനസ്സിലാകാതെ വന്നു. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കൈകേയി എന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ ക്യാരക്ടേഴ്സ് മുഴുവനും, ഈ ഭാവങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. നല്ല അവതരണമായിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ? നന്നായിട്ട് ചെയ്തു. ഇനി നന്നാക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ നന്നാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, ഒന്ന് രണ്ട് പേര് നേരത്തെ പരിചയമുള്ള പോലെ ഇവിടെ വന്നിട്ടുണ്ടോ മുമ്പ്? അല്ലേ, വന്നിട്ടുണ്ടോ? 3 പേരും വന്നിട്ടുണ്ട്. 3 പേരും വന്നിട്ടുണ്ട്. 3 പേരെയും പരിചയമുള്ള പോലെ തോന്നി. ഓക്കെ, ഞാൻ പെർഫോമൻസിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഏറ്റവും ആദ്യം എനിക്ക് തോന്നിയത് കുറച്ച് മ്യൂസിക് ആവാമായിരുന്നു എന്നാണ്. അത് നിങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ, അത് ഇതിൻ്റെ പിന്നിൽ വർത്തിച്ചവരോട് പറയുന്നതാണ്. ആദ്യം കൈകൈയായി ഇരിക്കുന്ന അവിടെ ഒരു മ്യൂസിക് കൊടുത്ത് അതൊന്നിങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ഹെൽപ്ഡ് യു. മനസ്സിലായല്ലേ? ഈ മ്യൂസിക്, കോസ്റ്റ്യൂം, സെറ്റ്, പ്രോപ്പർട്ടി, ഇതൊക്കെ ആക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, മേക്കപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഈ മ്യൂസിക്കിൻ്റെ ഒരു ലിങ്ക്, ഈ മ്യൂസിക് ലിങ്ക് ചെയ്യാം. ആ തുടക്കത്തിലെ മ്യൂസിക് കൊടുത്ത് ആ മ്യൂസിക്കിനെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ ആവുമായിരുന്നു എന്നുള്ള നോട്ട് നിങ്ങൾക്കുള്ളതല്ല, ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് കുറച്ചുകൂടി റിഹേഴ്സൽ വേണമായിരുന്നു എന്നുള്ളതാണ്. എത്ര റിഹേഴ്സൽ ചെയ്തു? ഉള്ള കാര്യം പറഞ്ഞ കുഴപ്പമില്ല. എത്ര? 2 വീക്സ് റിഹേഴ്സലൊന്നും തോന്നുന്നില്ല അത് കേട്ടോ. റിഹേഴ്സലിൻ്റെ അഭാവമുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഐ ഫെൽറ്റ് നിങ്ങൾ വളരെ കുറച്ചേ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നി. പിന്നെ നിങ്ങൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഈ പ്രോപ്പർട്ടി ആദ്യം അവിടെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു, പിന്നെ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ ആദ്യത്തെ കൈകൈയുടെ ആ ഭാവം അതിൽ ശരിക്കും കുറേയൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പറയാവുന്നേ ഉള്ളൂ. മറ്റെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടി ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു എന്നുള്ളൂ. ഈ സ്റ്റേജിലുള്ള നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസിന് ജീവൻ വെക്കണമെങ്കിൽ അത് നടീനടന്മാരത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. മറ്റതൊരു ഡെഡ് പ്രോപ്പർട്ടിയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കുറച്ചുകൂടി യൂസ് ചെയ്യണമായിരുന്നു. ഇനി നൗ ലെറ്റ് മീ കം ടു ദി ആക്ടിങ്, ദ റിയൽ കോർ ഓഫ് ദിസ് തിങ്. 3 പേരും കുറേ കൂടി പോകണം കൈകൈ ആവാൻ. മനസ്സിലായില്ലേ? കൈകൈ ആയിട്ടില്ല. കൈകൈ ആയിട്ട്
അഭിനയിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? 3 പേരും. അത് ഈ ഡയലോഗ് തെറ്റിയൊന്നും അല്ല ഞാൻ നോക്കുന്നത് കേട്ടോ. ഡയലോഗ് തെറ്റി എന്ന് പറഞ്ഞിട്ടൊന്ന് ഉറക്കം പെടുത്തേണ്ട കാര്യമില്ല. പല ആക്ടേഴ്സിനും ഡയലോഗ് തെറ്റും. ഇപ്പം ഞാനൊക്കെ തന്നെ ആയിരക്കണക്കിന് സ്റ്റേജസിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗൊക്കെ തെറ്റി പിന്നെ നമ്മളവിടെ മേക്കപ്പ് ചെയ്യും. അത് ഇവരറിയില്ല, കാണുന്നവരറിയില്ല. അപ്പോൾ ഡയലോഗ് തെറ്റുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു ഇഷ്യൂ. നമ്മൾ ഡയലോഗ് പഠിക്കുന്നതും ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ്, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സോഷ്യൽ സ്റ്റഡീസ് എന്നാണ് പറയുക. സോഷ്യൽ സ്റ്റഡീസ് നമ്മൾ ബൈഹാർട്ട് പഠിക്കും. ഹിസ്റ്ററി നമ്മൾ 1857 സിപ്പാഹി ലഹള നടന്നു, 1857 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മളത് ബൈഹാർട്ട് പഠിക്കുക. ആ ബൈഹാർട്ട് പഠിക്കലും ഈ ഡയലോഗ് പഠിക്കലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് കൈകയിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് ഡയലോഗ് പറയലല്ല, വർത്തമാനം പറയലാണ്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ? ഭരതൻ വരുന്നു, ഭരതനെ സ്വീകരിക്കുന്നു, ഭരതനോട് വർത്തമാനം പറയുന്നു. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഡയലോഗ് പഠിക്കൽ എളുപ്പമാണ്. ബേസിക് അത് ശരിയാവാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിപ്പെക്റ്റ് ചെയ്യാൻ ശ്രമിച്ച 3 എമോഷൻസ്, 3 ഭാവങ്ങളും വേണ്ട വിധത്തിലായില്ല. അതാവണമെങ്കിൽ ആ കഥാപാത്രം കൂടി വരണം അതിൽ. അപ്പോൾ അടുത്ത നമുക്ക് കിട്ടുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ ചലഞ്ചിൽ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ. അപ്പോൾ കമൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? സ്വാമിജി, ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ്? 7 ഔട്ട് ഓഫ് 10. സർ, ഔട്ട് ഓഫ് 10? 6 മാർക്ക്. ടീച്ചർ 6 ഔട്ട് ഓഫ് 10. മുരളിച്ചേട്ടൻ 20ലാണ്. 20-ൽ 12 മാർക്ക്. 20-ൽ 12 മാർക്ക്. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 31 ഔട്ട് ഓഫ് 50 ആണ്. അപ്പോൾ കിട്ടിയ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇനിയും വേദികൾ ഇങ്ങനെ കിടക്കുകയാണ്. തുടക്കലായിട്ടുള്ളൂ. നിങ്ങളൊക്കെ കുട്ടികളല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തിലായാലും ഈ പുറമെ ആയാലും ഇഷ്ടംപോലെ വേദികളുണ്ട്. അപ്പം നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ അതുപോലെ തന്നെ വെച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. വരദ, ഒരു സർപ്രൈസ് ഉണ്ട് നമുക്ക്. അതായത് ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു നമുക്ക് G20 ആതിഥേയത്വം വഹിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്. G20 ഉച്ചകോടിക്ക് ഒരു സ്വാഗതഗാനം, അത് വസുധൈവ കുടുംബകം എന്ന് പറയുന്ന നമ്മുടെ ഉപനിഷത്ത് വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് അതിന് ഒരു സ്വാഗതഗാനം എഴുതിയത് ചിന്മയ വിദ്യാലയത്തിലെ രജിത ടീച്ചറാണ്. അപ്പൊ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം രജിത ടീച്ചർ. ശ്രേഷ്ഠ ഭാരത ഒരുപാട് അഭിമാനം ഉള്ളൊരു നിമിഷമാണ്. ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വളരെയധികം സന്തോഷം തോന്നുന്നു ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കാനൊരു അവസരം കിട്ടിയതിന്. അതെ, നമ്മൾ ആ സന്തോഷം അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കല്ല, ഒരു പെർഫോമൻസ് കൂടെ അല്ലേ? നമ്മുടെ കവിത കേൾക്കുകയും ചെയ്യാം, അതോടുകൂടെ നമ്മുടെ കുട്ടികൾ അതിൻ്റെ കൂടെ പെർഫോം ചെയ്യും കൂടെ ചെയ്യാൻ പോവാണ്. നമുക്ക് അതിലേക്ക് കടന്നാലോ ടീച്ചറെ? വസുദൈവ കുടുംബകം വസുദൈവ കുടുംബകം വസുദൈവ കുടുംബകം പമപ പമപ മപദപ പമപ മഗ മഗമ മഗമ ഗമ പമഗ മഗരി നിസരി സനി സരി സനി സ ഗമ പമ ഗമ പമ ഗമ നിസനി ധനി ധ പദ പമ പമരി ഗമരി സ ഒന്നിച്ചിടാ നമുക്കൊന്നായി മാറിടാ ഒരു കുടക്കീഴിൽ അണിനിരക്കാം ഒരു ഭൂമി ഒരു ഭാവി ഒരു കുടുംബം എന്ന മഹനീയ ലക്ഷ്യം സാർത്ഥമാക്കാം മഹനീയ ലക്ഷ്യം സാർത്ഥമാക്കാം ഈ ലോക ജനതയെ കൈകോർത്തു ചേർത്തുകൊണ്ടീ ഭൂമി ഹരിതാപമാക്കി മാറ്റാം ലോകത്തിൻ ഭാവി ഭാക്കാവാം നമുക്കിന്ന് ലോകത്തിൻ ശബ്ദമായി ഒത്തുചേരാം ലോകത്തിൻ ശബ്ദമായി ഒത്തുചേരാം.
ഒരുപാട് സന്തോഷം ഈ വേദിയിൽ എത്തിയതിന്. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതേ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നമ്മൾ കണ്ടത് പാതിവ്രത്യവും സ്ത്രീ സ്വാതന്ത്ര്യവും ചില വിചാര സാധ്യതകൾ എന്ന വിഷയത്തിനെ ആസ്പദമാക്കിയ ഒരു ഡിബേറ്റ് ആണ് കണ്ടത്. അതിനുശേഷം നമ്മൾ കൈകേയിയുടെ ഒരു 3 ഭാവങ്ങളും കണ്ടു കഴിഞ്ഞു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.